ക്വസ്റ്റ്യനിൽ അടുത്ത ക്വസ്റ്റ്യൻ പറയാൻ പോകുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോഡക്റ്റ് ഇസ് നോട്ട് ഒബ്റ്റെയിൻഡ് ഇൻ അനറോബിക് ഡീകമ്പോസിഷൻ ഓഫ് ഗ്ലൂക്കോസ്. സോ ഇതൊരു എൻവയോൺമെൻറ്റൽ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. സോ ഗ്ലൂക്കോസിൻ്റെ ഫോർമുല എന്താണ്? C6H12O6. ഓക്കെ, സോ ഇതിൽ ഗ്ലൂക്കോസിൽ ഓക്സിജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. സൾഫർ ഇല്ലല്ലോ, സൾഫർ ഇല്ല. അപ്പോൾ അങ്ങനെ സൾഫറിൻ്റെ ബൈ പ്രോഡക്ട്സ് ഉണ്ടാവുക? ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഗ്ലൂക്കോസ് ഡസ് നോട്ട് കണ്ടെയ്ൻ സൾഫർ, സോ എനറോബിക് ഡീകമ്പോസിഷൻ ഓഫ് ഗ്ലൂക്കോസ് ഡസ് നോട്ട് റിലീസ് H2S. ഓക്കെ, HS2 എന്നല്ല കേട്ടോ, H2S എന്നാണ് എഴുതിയത്, വന്നത് മാറിപ്പോയതാണ്. പിന്നെ ഇത് H2O എന്നാണ്, ഇത് CO2 തന്നെയാണ്, ഇത് H2O ആട്ടോ. H2O എന്നാണ്, ഇത് H2S ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In general, the outer edge is raised above the inner edge of horizontal curves of 4. So outer എഡ്ജിനെയും കാട്ടിലും ഇന്നർ എഡ്ജ് കുറച്ചും കൂടി റേസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അത് എവിടെയൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതൊരു ട്രാൻസ്പോർട്ടേഷനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ വരുന്നത് ഹൈവേസ് ആൻഡ് റെയിൽവേസ് ആണ്, ടാക്സി വേസിലില്ല. സോ ഔട്ടർ എഡ്ജസ് റേസ്ഡ് എബോവ് ദ ഇന്നർ എഡ്ജ് ഇൻ ഹൊറിസോണ്ടൽ കർവ്സ്. അങ്ങനെ റേസ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുന്നത് അറിയോ? ക്യാമ്പർ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്യാമ്പർ എന്നാണ് പറയുക. എന്താണ് ക്യാമ്പർ? ഇനി എ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പൈൽ ഓഫ് 10 meter ലെങ്ത് ആൻഡ് 0.7 meter dia embedded in a saturated pure clay with unit cohesion of 50 kilopascal. If the addition factor is 0.5, the net ultimate uplift pull out capacity of the pile is dash. So ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. L പറയുന്നത് 10 ആണെന്നറിയാം, തന്നിട്ടുണ്ട്. ഡയമീറ്റർ 0.7 ആണ്. എന്താണ് കൊഹിഷൻ 50 kilopascal, അഡിഷൻ ഫാക്ടർ 0.5 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അൾട്ടിമേറ്റ് ലിഫ്റ്റിൻ്റെ കപ്പാസിറ്റി Q നെറ്റ് എന്ന് പറഞ്ഞാൽ α/C πd L എന്ന് എഴുതാം. അപ്പോൾ 0.5 ഇൻറ്റു C എത്ര 50 ഇൻറ്റു പൈ ഇൻറ്റു 0.7 ആണ് D വന്നിട്ടുള്ളത്, ആൻഡ് L വന്നിട്ടുള്ളത് 10 ആണ്. സോ ഈ ഇക്വേഷന് നോട്ട് ചെയ്യാം. α/C πd L Q ഈക്വൽ ടു α/C πd ഇൻറ്റു L. ഈ ഇക്വേഷൻ നോട്ട് ചെയ്യാം. അപ്പോൾ ആൻസർ നമുക്ക് 549.78 കിട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 550 എന്ന് എഴുതാം. അപ്പോൾ ഇതിന് ഓപ്ഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് 545 തൊട്ടിട്ട് 550 വരെയുള്ള ഏത് ആൻസർ കിട്ടിയാലും നമുക്ക് എഴുതിയാൽ മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ.